Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കാസർഗോഡ് സ്പെഷ്യൽ 5 റെസിപ്പീസുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി ഏതെങ്കിലും കൂട്ടുകാർ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള എല്ലാ പലഹാരങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 3 കപ്പ് നമ്മളുടെ ഓൾ പർപ്പസ് ഫ്ലോർ ഇല്ലേ, മൈദപ്പൊടി, അതാണ് കേട്ടോ. 3 മുട്ടയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവൊക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, സാൾട്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അതും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം. ഇത് ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടി ഇല്ലാത്തവർ ഏലക്ക മുഴുവനായിട്ട് മുട്ടയുടെ കൂടെ അടിച്ചെടുത്താൽ മതി. ഇതൊരു കളറിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള കളറാണ് കേട്ടോ. ഇത് ബുഷിൻ്റെ അതാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളുടെ മഞ്ഞൾപ്പൊടിയിലെ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നല്ല പോലെ ഇതുപോലെ മിക്സാക്കി എടുക്കണം. ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അരിപ്പയിലൊന്ന് അരിച്ചെടുത്താലും മതി. എല്ലാം ഒരുപോലെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണാണ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിൽ നമ്മൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്രിസ്പി ആയിട്ട് അകത്തൊരു കഴിക്കുമ്പോൾ ഒരു തരി തരി പോലെ ആയിട്ട് കിട്ടൂലേ, അതിങ്ങനെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയി കേക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പിൻ്റെ മേലെയാണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1 കപ്പ് വരെയും ഇത് ചേർത്ത് കൊടുത്താൽ പെർഫെക്റ്റ് തന്നെ മധുരം കിട്ടുന്നുണ്ട്. ഇതിലേക്ക് 3 മുട്ടയാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിലേക്ക് വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ എല്ലാവരും ചേർത്ത് കൊടുക്കണം എന്നില്ല, പക്ഷേ ഇത് നല്ല പെർഫെക്റ്റായി നല്ല സോഫ്റ്റും ക്രിസ്പിയും ആയിട്ട് കിട്ടാൻ ഇത് നമ്മൾ സഹായിക്കും. ഇതിലേക്ക് 1 ഡ്രോപ്പ് ഞാൻ വനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. 2 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ പാല്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. അതിനെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് കുഴക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം 1/4 കപ്പാണ് ഞാൻ ഇതിലേക്ക് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം റവ ചേർത്ത് കൊടുത്ത് ഒന്ന് കൈ കൊണ്ട് ഈ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾക്ക് ഇതിലേക്ക് മൈദ കുറച്ചായി ഇട്ട് കൊടുത്ത് നമ്മളുടെ ചപ്പാത്തിയുടെ മാവൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ആക്കിയിട്ട് കുഴച്ചെടുക്കണം. അതുപോലെ ആക്കിയിട്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഇതേ അളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ മാവ് കിട്ടും കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നല്ല പെർഫെക്റ്റ് തന്നെ നമ്മളുടെ കേക്കും വെട്ട് കേക്കും ഇവിടെ റെഡിയായി കിട്ടും. വെട്ട് കേക്ക്, തരി കേക്ക്, മുട്ട കേക്ക്, ഇതിന് ഇങ്ങനെയൊക്കെ പേരുണ്ട്. നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഒന്ന് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇത് നല്ല പോലെ നമ്മൾക്ക് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ചപ്പാത്തിയുടെ മാവൊക്കെ പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഒന്ന് മൂടി വെച്ചേക്കണം. എന്നാൽ അതിനുശേഷം മാത്രമാണ് നമ്മൾക്ക് ഇതിനെ വെട്ടി കേക്കാക്കി തയ്യാറാക്കി എടുക്കാൻ പോകുന്നുള്ളത്. ഇതിനെ ഇത് പാത്രത്തിലിട്ടിട്ട് ഞാൻ ഇതിനെ മൂടി വെക്കുന്നുണ്ട്. ഇത് 3 മണിക്കൂറിന് ശേഷമാണ്. 3 മണിക്കൂർ പറ്റില്ലെങ്കിൽ ഒരു 2 മണിക്കൂറോ 1.5 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. റവയൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ, അതുകൊണ്ട് മാത്രമാണ്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചുവട് കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം ഞാൻ ഈ മാവിനെ ഒരു 4 പാർട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, മുറിച്ചെടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ നമ്മൾക്ക് എടുത്തു മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും നല്ലതാണ്. ഇതിനെ ഒരു 4 പോർഷനാക്കി ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ പോർഷനും ഓരോ റോളാക്കിയിട്ടാണ് ഞാൻ ഇതിനെ വെട്ട് കേക്കാക്കി മുറിച്ചെടുക്കുന്നുള്ളത്. ഈ അളവിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക്
ഒരു 34 പീസ് വെട്ടി കേക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ അളവിൽ പാകത്തിനാണ് എനിക്കത് കിട്ടിയിട്ടുള്ളത്. ഇതിനെ നമ്മൾ എത്ര വലുപ്പത്തിലോ എത്ര ചെറുപ്പത്തിലോ ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഇരിക്കും നമ്മൾക്ക് എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടുന്നുള്ളത് ഈ വെട്ടി കേക്കിൻ്റെത്. ഇതിനെ ഇതുപോലെ ഒന്ന് റോളാക്കി എടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പരത്തിയാൽ മതി. റോളറൊന്നും അടിച്ചിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നമ്മൾക്ക് എങ്ങനെയാണോ വെട്ട് കേക്ക് ആക്കി കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ഞാൻ ഈ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അതിനുശേഷം നമ്മൾക്ക് വെട്ടിട്ട് കൊടുക്കണ്ടേ, വെട്ടി കേക്കല്ലേ, അപ്പോൾ വെട്ടിട്ട് കൂടി കൊടുക്കണ്ടേ. അതും കൂടി ഞാൻ 3 രീതിയിൽ വെട്ടിട്ട് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എളുപ്പത്തിൽ തന്നെ വിചാരിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒന്ന് കുഴച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നേ ഉള്ളൂ. ഇതുപോലെ 4 സൈഡിലും ഞാൻ മുറിവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറം ഇപ്പുറവും മുട്ടാൻ വേണ്ടി പാടില്ല, അപ്പോൾ അത് കട്ടായി പോകും. അത് വെന്ത് വരുന്ന സമയത്ത് ഇത് വേറൊരു രീതിയിലാണ്. നടുവിൽ മാത്രം ഇതുപോലെ 4 മുറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു രീതി. പിന്നെ വേറൊരു രീതി ഇതുപോലെ തന്നെ 4 മുറിയല്ല 6 മുറിയിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് വേറൊരു രീതി. അങ്ങനെ 3 സ്റ്റൈലിലാക്കി നമ്മൾക്ക് ഇത് ഫ്ലവർ പോലെ ആയിട്ട് കിട്ടും. മറ്റേത് സ്ക്വയർ ടൈപ്പിലായിട്ട് അതുപോലെയും. ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തത് വേറൊരു ടൈപ്പിലും. അതിൻ്റെ രണ്ടാമത്തെ പോർഷനും കൂടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടി സെയിം അതേപോലെ തന്നെ ഞാൻ ആക്കിയിട്ട് ഇതുപോലെ ഫ്ലവർ പോലെ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഈ വെട്ടി കേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ചൂടായതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾക്ക് ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അടിഭാഗത്തേക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ മേലെ ആയിട്ട് വന്നിട്ട് ഇതുപോലെ പൊങ്ങി നിൽക്കും. അടിയിൽ തന്നെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കരിഞ്ഞു പോവും. അതാണ് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ചട്ടോ ഇട്ടിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് നമ്മൾക്ക് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മളുടെ എല്ലാ സൈഡും ക്രിസ്പി ആയിട്ടും അകത്തും പുറത്തുമൊക്കെ നല്ല പോലെ വെന്തിട്ടും ഒക്കെ നമ്മൾക്കിത് കിട്ടുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടില്ല. അങ്ങനെ ഓരോ ഇതും ഞാൻ ഇതുപോലെ 4 പീസ് മാത്രമല്ലേ എനിക്കത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തു. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ. എന്നാലും കുറച്ച് സ്ലോ ഫ്ലെയിമിലാക്കിയത് കാരണം കുറച്ച് സമാധാനത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലവർ ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും മറ്റേ വേറൊരു കട്ട് ഷേപ്പിലുമായിട്ടും ഇത് നല്ല പോലെ തന്നെ വെട്ടി കേക്ക് തന്നെ നല്ല പെർഫെക്റ്റ് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഇത്രമാത്രം ശ്രദ്ധിക്കണം. ആദ്യം ഇതുപോലെ 4 പീസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇട്ടപ്പാട് തന്നെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഒരു ചട്ടകം കൊണ്ടോ അത് നമ്മൾ കോരിയെടുക്കുന്ന എന്തായാലും മതി, അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിയൊന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് അവിടെ തന്നെ കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ അത് പൊങ്ങി ഇതുപോലെ നിൽക്കും. നമ്മളുടെ എല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് തന്നെ നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഈവനിങ് ആയിട്ട് സ്നാക്കായിട്ടൊക്കെ നമ്മൾക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന റെസിപ്പിയുമാണിത്. തട്ടുകടയിലെ വെട്ട് കേക്ക് വേറൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കുഴപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എളുപ്പത്തിൽ എങ്ങനെയാണ് കുഴലോ അച്ചോ ഒന്നുമില്ലാതെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്രമാത്രം ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾക്കിത് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടാലോ? ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഫുള്ളായിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. ഒരു 5-10 ചെറിയ കുഞ്ഞുള്ളിയും ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയും ഒരു ചെറിയ പച്ചമുളകും കുറച്ച് 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ആദ്യം നമ്മൾക്ക് ഈ തേങ്ങയെ ഇതുപോലെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നല്ല പോലെ അടിച്ചെടുത്ത് വരാം. അപ്പോൾ ചെറിയ തേങ്ങ എങ്ങനെയായി കിട്ടുമോ അതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്കിത് കിട്ടും. ഇത് കുറച്ച് ഇതിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല പോലെ ഒന്ന് അരച്ചതാണ് ഒന്ന് കറക്കിയെടുത്താൽ ഇതിലൊന്നും തരിയൊന്നും പെടൂല. നല്ല നൈസായിട്ട് തന്നെ ഇരിക്കും. അത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനാണ് മാവിലേക്ക്. ഇത് ഇത്രയും വെച്ചിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. മിക്സിയുടെ ചെറിയ ജാറിലോ വലുതിലോ ഏതിലാണ് നമ്മൾക്ക് സൗകര്യം അതിനനുസരിച്ചിട്ട് അതിലിട്ട് അരച്ചെടുക്കാം.
ഇതുപോലെ നല്ല പോലെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളം ചേർക്കാതിരിക്കുക, അപ്പോൾ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി മാറും. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് വറുത്ത അരിപ്പൊടിയില്ലേ, നമ്മളുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരിപ്പൊടി തന്നെ വേണം കേട്ടോ. ഇതിന് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരിപ്പൊടി തന്നെ വേണം. അത് ഇതിലേക്ക് ഒരു പാനിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൂട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 3 കപ്പിലേക്ക് ഒരു ഫുള്ളായിട്ടുള്ള തേങ്ങ മസ്റ്റായിട്ടും വേണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നുള്ളൂ. ഇതൊക്കെ കൂടി നല്ല പോലെ നമ്മൾക്ക് ഇതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നല്ല പോലെ ഇതിലേക്ക് യോജിച്ച് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കറുത്ത എള്ളും കുറച്ച് പൊടിക്കാതെ മാറ്റി വെച്ചിട്ടിരുന്ന ചെറിയ ജീരകം ഇല്ല, നല്ല ജീരകം, കുമിൻ സീഡ്, അതും കൂടിയാണ് ഇട്ട് കൊടുത്തത്. ഉപ്പ് ഞാൻ വെള്ളത്തിലേക്കാണ്, ഇത് വെട്ടിത്തിളച്ച വെള്ളമാണ്, ഞാൻ കെറ്റിലിൽ തിളപ്പിച്ചെടുത്തതാണ്. അത് ഒരു 2 കപ്പ് ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. പക്ഷേ അത്രയൊന്നും വേണ്ട. നമ്മൾ ഈ 2 കപ്പും ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാതെ സൂക്ഷിക്കണം. കൂടുതലായി ഒഴിച്ചു കൊടുത്താൽ അത് വെള്ളം അധികമായാൽ ഇതിൻ്റെ മാവ് നമ്മൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നമ്മളുടെ ചപ്പാത്തിയുടെ മാവൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ആക്കിയിട്ട് വേണം നമ്മൾ ഇതിനെ കുഴച്ചെടുക്കാൻ. പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പത്തിരിയുടെ മാവൊക്കെ എത്ര ഇതായിട്ടാണ് ഉണ്ടാവുക, അതുപോലെ ആയിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസിയും. ആദ്യം ഞാനൊന്ന് സ്പൂൺ വെച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത്. അതിനുശേഷം നമ്മളുടെ കൈ വെച്ചിട്ടോ, നമ്മൾക്ക് കൈ പൊള്ളുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്ലാസ്സോ എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പത്തിരിക്ക് കുഴച്ചെടുക്കുക, അതുപോലെ ആക്കി ഇങ്ങനെ കുഴച്ചെടുക്കാം. നല്ല പോലെ കുഴച്ചെടുക്കണം. കുഴഞ്ഞ് കിട്ടിയാൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുഴലപ്പം നമ്മൾക്കിവിടെ കിട്ടത്തുള്ളൂ. ഇതൊന്ന് നല്ല പോലെ കുഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ല പോലെ ആദ്യം ഞാൻ ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് കണ്ടല്ലേ, മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മാവ് കുറച്ച് ലൂസാവുന്നത് പോലെ തോന്നും. അത് കണ്ട് വിഷമിക്കണ്ട, അതാ കുറച്ച് ഒട്ടിപ്പിടിക്കുന്നത് പോലെയൊക്കെ തോന്നും. അപ്പോൾ കുറച്ചുകൂടി ഈ പത്തിരിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി നമ്മൾക്ക് ഇതിനെ പാകപ്പെടുത്തി എടുക്കാം, നല്ല പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഈ മുട്ട ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നമ്മൾക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. ഇത് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ എണ്ണയിൽ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാൻ പക്ഷേ സൺഫ്ലവർ ഓയിലാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നുള്ളത്. ഇത് പത്തിരി പ്രസ്സാണ്. നമ്മളുടെ നാട്ടിൽ പത്തിരിയൊക്കെ ഈ പ്രസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. കൈപ്പത്തിരിയൊന്നും അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല, പഴമക്കാർ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. നമ്മളൊക്കെ മിക്കവരും ഇത് മാത്രം ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഈ പത്തിരി പ്രസ്സിൽ ഒരു ഉരുള വെച്ചിട്ട് മാത്രമാണ്, ചെറിയ കുഞ്ഞുരുളയാണ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്തെടുത്ത് നല്ല പോലെ പ്രസ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അത് കട്ടി കൂടിയാൽ നല്ല ഒരു ക്രിസ്പി ആയിട്ട് കിട്ടുമ്പോൾ ഒരു കട്ടി പോലെ തോന്നും നമുക്ക് കടിക്കുമ്പോൾ. അല്ലാത്ത തന്നെ ഇതുപോലെയാക്കി എടുത്ത് ഇത് നല്ല പോലെ ഒട്ടിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് അത് ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ ഇതുപോലെ കുറച്ച് ഉരുളകളാക്കി മൊത്തത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ വീണ്ടും ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരുന്നതാണിത്. ഇതും നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മളുടെ കയ്യിലെടുത്തിട്ട് മറ്റേ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വിരൽ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. വിരലിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ തേച്ച് കൊടുക്കുന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് പാടാണെന്ന് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ അച്ചാണിത് 25-30 രൂപയൊക്കെ വരും. ഇതിന് പാത്രത്തിൻ്റെ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. എന്നിട്ട് ഇത് എണ്ണയിലിട്ടിട്ട് ഇതുപോലെയാക്കി പൊരിച്ചെടുക്കാം. അച്ചിലിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് അതുപോലെ ഇട്ട് കൊടുക്കുന്നതാണ്. ഞാനവിടെ ചിത്രം കാണിച്ചു തന്നില്ലേ, അതുപോലെ ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾക്ക് നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കാം. നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴാണ് നമ്മൾ ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുള്ളത്. ഇത് ഒരു വിധമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിനെ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇരിക്കും തോറും സ്വാദ് കൂടുന്നൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഗാർലിക്കും അതുപോലെ തന്നെ ജീരകം ഇല്ലേ, കുമിൻ സീഡ്, അതും കൂടി നല്ല പോലെ അരച്ചെടുക്കുകയല്ലേ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞങ്ങൾക്ക് കാസർഗോഡുകാർക്ക് 2 പെരുന്നാളിനും ഒരു ആചാരം പോലെയാണ് ഇതുപോലെയുള്ള പലഹാരങ്ങൾ എന്നും തയ്യാറാക്കുന്നുള്ളത്. ഓരോ പെരുന്നാളിനും വ്യത്യസ്തമായ ഓരോ പലഹാരം. നമ്മൾ കടലപ്പം ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈനും കടല തന്നെയാണ് പറയുന്നുള്ളത്. കടലൻ്റെ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ സാധാരണ രീതിയിലല്ല, ഇതിൻ്റെ ക്രഞ്ചിനെസ് ക്രിസ്പിനെസ്സിലെ അത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിക്കോ.
ഈ ഒറ്റ വീഡിയോയിൽ തന്നെ 5 റെസിപ്പീസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ റെസിപ്പീസുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഈ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 5 തരം റെസിപ്പീസാണ് ഇതൊക്കെ. ഈ നിലക്കടല 1 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വറുത്തതൊന്നുമല്ല കേട്ടോ, പച്ച നിലക്കടലയാണ്. ഇതിനെ കപ്പലണ്ടി, അതുപോലെ തന്നെ നിലക്കടല, കടല, നമ്മുടെ നാട്ടിൽ പിന്നെ എല്ലാത്തിനും കടല തന്നെയല്ലേ പറയുന്നുള്ളത്. അല്ല സെപ്പറേറ്റ് ആയിട്ട് ഇത് നിലക്കടല അങ്ങനെയൊന്നും പറയലൊന്നുമില്ല. എല്ലാത്തിനും കടല എന്ന് പറയും. ഓരോന്നിനെ മറ്റേ മസാല പുരട്ടിയ കടല എന്ന് പറയും. പിന്നെ മറ്റേതിനെ നെരക്കടല, ഇതിനെ പറയൽ നെരക്കടലയെന്ന്. പിന്നെ വേറെ ടൈപ്പുള്ള ചണ്ണാതാളില്ലേ, അതിനെ വേറെ, അതും കടല തന്നെ, ചൂളി എടുക്കുന്ന കടല. പിന്നെ പട്ടാണിക്കടല, ഗ്രീൻ പീസിനൊക്കെ പട്ടാണിക്കടല, അങ്ങനെയൊക്കെയാണ് വെറൈറ്റി എല്ലാം കടല തന്നെ. അതിന് ഓരോരോ പേര് നമ്മൾ ഇട്ടിട്ട് വിളിക്കും, അത്രേ ഉള്ളൂ. ഇതിനെ ഞാൻ ഒരു ഫ്രൈ പാനിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തതാണ്. അല്ലാതെ നമ്മളിതിനെ ചൂളി കളയാതെയാണ് ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം കഴുകിയതിന് ശേഷം മാത്രം നമ്മൾക്ക് ഈ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് സാവധാനം നമ്മൾക്ക് ഇതിനെ വറുത്തെടുക്കാം. ഇത് കുറേ ടൈമൊന്നും വെക്കണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈം വെക്കുമ്പോൾ തന്നെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വറുത്ത് കിട്ടുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് 2 ഫ്രൈ പാന് അപ്പുറത്തിപ്പുറത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടിലുമായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാന്നുള്ളത്. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കും, അപ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ട് വരുന്ന സൗണ്ട് കേൾക്കാം. അപ്പോഴേക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാന്ന്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ തോലൊക്കെ സ്കിന്നൊക്കെ ഇതുപോലെ കളയാൻ പാടുള്ളൂ. ഇത് എളുപ്പത്തിൽ കളയുന്ന ഒരു മെത്തേഡ് കൂടിയുണ്ട്. ഇത് കളയാനുള്ള മടി കൊണ്ട് ആൾക്കാർ കൂടുതലും നോർമൽ നമ്മളുടെ റോസ്റ്റഡ് ചന്നാതാളില്ലേ, അതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കടലപ്പം ആക്കിയിട്ട് കടല കാച്ച ഉണ്ടാക്കലുള്ളത്. അതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എളുപ്പ വഴി. ഇതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് റിമൂവ് ആക്കാനുള്ള വഴിയാണ് ഇത്. അപ്പോൾ സ്കിന്നൊക്കെ എളുപ്പത്തിൽ ഇതിൽ നിന്ന് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഓരിക്കെട്ടും. കണ്ടില്ലേ, 3/4 ഭാഗവും ഇതിന് പോയി കെട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ കയ്യിൽ 2 കൈയോടെ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതും കൂടി പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ എളുപ്പമല്ലേ നമ്മൾക്ക് ഈ കടലൻ്റെ സ്കിന്ന് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കട്ടാ. ഇത് പെരുന്നാക്കൊക്കെ പൊരിക്കുന്ന ആ ടൈപ്പിലാണ് കേട്ടോ ഞാൻ ഇതിനെ പൊരിച്ചെടുക്കുന്നുള്ളത്. 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച 2 കപ്പ് പച്ചരിയാണ് കേട്ടോ ഇത്. അതിന് 2 മുട്ടയും 1/2 കപ്പ് ചിരവിയ തേങ്ങയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇതിനെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആദ്യം ഞാൻ ഒരു 8-10 ഏലക്ക മുഴുവനായിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറിനും കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് മുഴുവനായിട്ടും ഈ അരിനെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾക്ക് ചെറിയ തേങ്ങ 1/2 കപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ് ഈ അപ്പത്തിന് കിട്ടുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ട ഞാൻ ആദ്യം പൊട്ടിച്ചിട്ട് നോക്കിയാണ് എന്തൊക്കെ ഇടയ്ക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് സെപ്പറേറ്റ് ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ വേറൊന്ന് ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മധുരം കൂടി വേണം ഇതിലേക്ക്, അപ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇതിലേക്ക് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചെടുത്താൽ മതി, നല്ലോണം ലൂസായി പോകണ്ട കേട്ടോ. ഇത് പാകം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മളുടെ മാവ് ഇവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. കുറച്ച് ഇതുപോലെ ലൂസായിട്ട് ഇരിക്കണം ഇതിൻ്റെ മാവ്. എന്നിട്ട് നമ്മൾക്ക് ഈ കടലിനെ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ കടല കാച്ചുന്ന റെസിപ്പിയില്ലേ കടലപ്പത്തിൻ്റെ, അതേ ടെൻഡൻസി തന്നെ ഇതുപോലെ കാഷ്യൂനട്ടും സെയിം മാവിൽ തന്നെ പൊരിച്ചെടുക്കാറുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം, ചൂടാക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് അങ്ങനെ തന്നെയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലേ, അപ്പോൾ നല്ല പോലെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിക്കോളും. അങ്ങനെ കാഷ്യൂനട്ടൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാതെയാണ് എടുക്കുന്നതെങ്കിലും ഇത് ഒരു സൈഡ് മൊരിഞ്ഞിട്ടിയാൽ മറ്റേ സൈഡ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ എളുപ്പത്തിൽ നമ്മൾക്ക് ഈ കടലാച്ചത് റെഡിയായി കിട്ടിയില്ലേ. കടലപ്പം നിലക്കടല ഫ്രൈ ആക്കിയതാണ് ഇത് പൊരിച്ചെടുത്തത്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് പച്ചരി വെച്ചിട്ട് നിങ്ങളും ഒന്ന് പൊരിച്ചെടുത്തിട്ട് നോക്ക്. പിന്നെ ഇന്ന് നമ്മൾക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും, അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ പെരുന്നാളിനൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളുടെ പൊട്ടുകടലയിലെ ആ
കടല റോസ്റ്റഡ് ആയിട്ടുള്ള ചനാദാൾ എന്ന് പറയും. അതേ കടല വെച്ചിട്ടും സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കടല കാച്ചിയതും ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. ഇതും സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു റെസിപ്പിയുമായിട്ടാണ് നെയ്യട, പിരിയട, പൂവട എന്നൊക്കെ പറയും. ഇതിനെ സ്വീറ്റായിട്ട് ഉണ്ടാക്കുന്നതാണിത്. അപ്പോൾ ഈ നെയ്യടയിൽ 2 രീതിയിൽ നമ്മൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു മെത്തേഡാണ് ജഗ്ഗർ വെച്ചിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റേ ശർക്കര വെച്ചിട്ടല്ലാതെ ഷുഗർ വെച്ചിട്ടുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോൻ്റെ ജഗ്ഗറിയാണ് കേട്ടോ. ബെല്ലം, നമ്മളുടെ നാട്ടിലെ ബെല്ലം 1/2 കിലോ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കച്ചറയൊന്നും ഇല്ല. ഞാൻ എന്നും യൂസ് ചെയ്യുന്ന ജഗ്ഗറിയാണിത്. അപ്പോൾ അതിനെ നമ്മൾക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചിട്ടാണ് ഞാൻ മുട്ടയോട് കുത്തിയിട്ട് പൊടിച്ചിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് അത് മെൽട്ടായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് 2 കപ്പ് നല്ല ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് പച്ച തേങ്ങയില്ലേ, അത് ഇടാതിരിക്കൽ എപ്പോഴും നല്ലതായിരിക്കും. അന്നെങ്കിൽ കുറേ നേരം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കിട്ടാൻ കുറേ സമയം എടുക്കും. ഇതാണെങ്കിൽ കുറച്ച്, ഞങ്ങൾക്ക് സാധാരണ തന്നെ ഇവിടെ കുറച്ച് ഉണങ്ങിയ തേങ്ങ തന്നെയാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. ഞാനത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2 ഫുള്ളായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, ചിരവിയത്. അപ്പോൾ അതിനെ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ വെള്ളം, ഇതിലും വെള്ളമുണ്ട്, അതും കൂടി നല്ല പോലെ വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് പ്രത്യേകിച്ചിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ തേങ്ങയിലുള്ള വെള്ളം തന്നെ ഇത് വറ്റി കിട്ടണം. ഇത് ഞാൻ ജീരകവും ഏലക്കപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1 ടീസ്പൂണ് ഏലക്കപ്പൊടിയും ജീരകം 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ക്യുമിൻ സീഡ്. അപ്പോൾ അതിലേക്ക് ഇത് നെയ്യടല്ലേ, അപ്പോൾ അതിലേക്ക് നെയ്യും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഇത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലത്തെ ആ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ട്. ഇങ്ങനെ വേണം. നമ്മളുടെ നാട്ടിൽ ബണ്ടികയൊക്കെ ഉണ്ടാവൂലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ആ മറ്റേ വെള്ളത്തിലേക്ക് മുട്ടായി, അപ്പോൾ അത് നല്ല കട്ടിയായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ഇരിക്കണം ഇതിൻ്റെ ഫില്ലിങ്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ 1 കപ്പ് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ ചപ്പാത്തീൻ്റെ മാവൊക്കെ കുഴച്ചെടുക്കൂലേ, അതുപോലെ ആക്കി എടുക്കാം കേട്ടോ. ഇത് കുഴക്കാൻ എടുക്കുന്ന വെള്ളം അവരവരുടെ പൊടിക്കനുസരിച്ചിട്ട് ഇരിക്കും. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് ഇതിനെ കുഴച്ചെടുക്കാം. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെയിം ടൈമിൽ തന്നെ നമ്മൾക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് അതിനെ നമ്മൾക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ, അത്രയ്ക്കും തിന്നായിട്ട് തന്നെ പരത്തണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ മൊത്തത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ന്യൂട്ടെല്ലൻ്റെയൊക്കെ അടുപ്പുണ്ടാവൂലേ, മൂടി, അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. നമ്മളുടെ കയ്യിൽ കുക്കീസ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് പകരം ഇഡ്ഡലിയുടെ ചെറിയ ഒരു ബോളൊക്കെ ഉണ്ടാവില്ലേ, ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുന്ന പാത്രം, അതുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾക്ക് ഇതിന് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾക്ക് എന്താണോ ഇഷ്ടം അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുവിലത്തെ പോർഷനൊക്കെ അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് പിന്നീട് നമ്മൾക്ക് അതുപോലെ തന്നെ സെയിം മെത്തേഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ് നമ്മൾക്ക് കയ്യിലെടുക്കാവുന്ന അതുപോലെ ആയിട്ട് കിട്ടുന്നുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. കുറച്ച് ഇതിൻ്റെ വെള്ളമൊന്നും ഇല്ലല്ലേ, അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മൾക്ക് എത്ര വേണമെങ്കിലും കയ്യിലെടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡിലേക്കൊക്കെ വെള്ളമാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ച് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നല്ല പോലെ പ്രസ് ചെയ്തെടുക്കണം. ഇത് പ്രസ് ചെയ്യുന്നത് നല്ല പോലെ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അത് അവിടെ ഒട്ടിപ്പിടിക്കില്ല. അതിങ്ങനെ ഫില്ലിങ്സ് ഒക്കെ പുറത്തോട്ട് പോവും. എന്നിട്ട് ഇതുപോലെ നമ്മൾക്ക് ഈ പൂവടൻ്റെ ഷേപ്പാക്കിയിട്ട് നമ്മൾ ഇതിങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് മോളാണ് കേട്ടോ ചെയ്തെടുക്കുന്നുള്ളത്. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളാണ് ആദ്യം ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇതൊക്കെ മോൾ ചെയ്തതാണ്. പിന്നീടുള്ളതൊക്കെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഇതൊക്കെ ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ തന്നെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടോ ആ ഓയിൽ ചൂടായാൽ പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് എല്ലാ സൈഡും
സൈഡും നല്ല പോലെ പ്രസ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇതൊരിക്കലും ഓപ്പണായി പോകാൻ പാടില്ല. ഓയിലിട്ടിട്ട് അത് വെന്ത് വരുന്ന ടൈമിൽ, എന്നാലേ നമ്മൾക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എല്ലാവരും പ്രശ്നമാണ് ഇത് ഓയിലിട്ടിട്ടാകുമ്പോൾ ഇത് ഓപ്പണായി പോകുന്നുള്ളത്. അത് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ തന്നെ വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത്. ഇത് കയ്യിൽ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് അതിൻ്റേതായ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നല്ല പോലെ ഒട്ടിയിട്ടും കിട്ടും. എന്നിട്ട് ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് ചൂടായി വന്നേ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം, കുറച്ച് ടൈം എടുത്തിട്ട് മാത്രം വേണം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. ആ രണ്ട് സൈഡും മൊരിച്ചെടുക്കണം. ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്നത് വരെ ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്യാം. നമ്മൾക്ക് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇടരുത് കേട്ടോ. എന്നാലും നമ്മൾക്കത് പുറമെ സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടാവും, പക്ഷെ അകം സൈഡ് അത്രക്കൊന്നും വെന്തിട്ടൊന്നും ഉണ്ടാവില്ല. വെന്തിട്ടുണ്ടെങ്കിലും അത് സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് പോവും. ഇത് കുറേ കാലതാമസം പോലെ ഇരിക്കത്തില്ല. നമ്മൾക്ക് ഇത് അടിച്ചു വെച്ചാൽ കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ 1 മാസത്തിന് മേലെ നമ്മൾക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും. നല്ല ക്രിസ്പിയോടെ തന്നെ നമ്മൾക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇത് ഓരോ സൈഡും ഗോൾഡൻ കളർ ആയി വരുന്നതിനനുസരിച്ചിട്ട് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് ഒരുപോലെ എല്ലാ സൈഡും ആയി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് പൂവട, പിരിയട നമ്മൾക്ക് ഇവിടെ ആയിട്ടുണ്ട്. നെയ്യട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കിയിട്ട് നോക്ക്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കും വീട്ടിൽ തന്നെ നെയ്യട ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ നെയ്യട. ഇത് പച്ചരി വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. ഞാൻ പക്ഷേ ഇത്തവണ മൈദയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കാസർഗോഡൻ ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള വലയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിൻ്റെ കൂടെ അച്ചപ്പവും ഉണ്ട് കേട്ടോ. സെയിം ഒരേ മാവിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. ടേസ്റ്റ് ഉണ്ട്, ഒന്ന് കണ്ടു നോക്ക്. ഒരേ മാവിൽ തന്നെ ഞാൻ 2 അപ്പം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ പാകത്തിന് നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും ഒരേ മാവിൽ തന്നെ 2 അപ്പം ഉണ്ടാക്കാം. ഒന്ന് ശരിയായില്ലെങ്കിൽ മറ്റേതൊന്ന് നമുക്ക് വെക്കാം. അപ്പോൾ 2 അപ്പവും ഒരു മാവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ 1 പാൽ വേണം. അത് ഒരു 1/4 കപ്പ് വരെ വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ 1 പാൽ പിഴിഞ്ഞെടുക്കാം. അതൊരു 1/4 കപ്പ് വരെ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് 2 കപ്പ് അരിയാണ് കേട്ടോ. 2 കപ്പ് അരിക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലും പിന്നെ അതുപോലെ തന്നെ 3 മുട്ടയും 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത്. അത് ഒരേ ബാച്ചിൽ തന്നെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇതിൽ തന്നെ കൊള്ളുന്നുണ്ട്. അത് ഒരേ ഇലായിട്ട് തന്നെ നല്ല മഷി പോലെ ആക്കി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏലക്കപ്പൊടിയാണ് 1 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുള്ളത്. ഏലക്ക മുഴുവനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു 10 എണ്ണം മറ്റോ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഈ മാവ് ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മളുടെ 5 വിരലിലും ഇതുപോലെയായിട്ട് ഇങ്ങനെ വരണം. അപ്പോൾ അതിന് ഞാനൊരു ചീനിച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് പ്രയാസമാണെങ്കിൽ ഇതുപോലത്തെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ സാധാരണ നമ്മളുടെ മിനറൽ വാട്ടറിലില്ല നോർമൽ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടും നമ്മൾക്ക് ഇതുപോലെ 4-5 ഹോൾസ് ഇട്ടെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഈ വലയപ്പം കഴിക്കുമ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കൂലേ, അതിൻ്റെ പൊടി ഉണ്ടാവില്ല അടിയിൽ. അപ്പോൾ അത് കഴിക്കുന്ന ഫീലാണ് കേട്ടോ ഉണ്ടാവുന്നുള്ളത്. ഇതേ മാവ് വെച്ചിട്ട് തന്നെ അച്ചപ്പമാണ് ഉണ്ടാക്കുന്നുള്ളത്. നല്ല പെർഫെക്റ്റ് അച്ചപ്പം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കറുത്ത വെള്ളമാണ് കേട്ടോ ഇതേ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഈ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. എന്നിട്ടാണ് ഞാൻ ഈ മാവ് വെച്ചിട്ട് തന്നെ സെയിം
അച്ചപ്പം ഇതിൽ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് സെയിം മാവിൽ. അതിന് വേണ്ടി വേറൊരു പാനാണ് ഞാൻ വെച്ചെടുക്കുന്നുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ഈ അച്ച് ഈ എണ്ണയിലേക്ക് ഒന്ന് മുക്കി കൊടുക്കണം. അത് ചൂടായി വന്നതിന് ശേഷം അച്ചും നല്ല ചൂട് വേണം. അതിന് ശേഷമാണ് നമ്മൾ ഈ മാവിലേക്ക് ഇതുപോലെ മുക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ അതൊന്ന് 2 സെക്കൻഡ് ഇങ്ങനെ ചെയ്തെടുത്താൽ പെട്ടെന്ന് ഇതിൽ നിന്ന് ഊരി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കുന്നതിന് തലേ ദിവസം തന്നെ ഇതിൻ്റെ അച്ച് ഓയിലിൽ നമ്മളിതുപോലെ മുക്കി വെക്കണം. എന്നാലും ഇത് പെട്ടെന്ന് ഇതിൽ നിന്ന് ഊരിപ്പോരും. ഇല്ലെങ്കിൽ പുളിവെള്ളത്തിലിട്ട് വെച്ചാലും മതി. എന്നാലും പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഊരി കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചപ്പം തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലയപ്പം ഉണ്ടാക്കിയിട്ട് അത് പെർഫെക്റ്റ് ആയില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കാനൊന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഇതുപോലെ അച്ചപ്പം ഉണ്ടാക്കി എടുക്കാം. സെയിം മാവിൽ തന്നെയാണ് നല്ല ക്രിസ്പി ആയിട്ട് കറുമുറായിട്ടുള്ള അച്ചപ്പമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വലയപ്പത്തിൻ്റെ മാവിൽ പകുതി മാത്രമാണ് ഞാൻ വലയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കി മുഴുവനും അച്ചപ്പം ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മക്കൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അച്ചപ്പം. അപ്പോൾ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.